പിണറായി മിണ്ടണം, പിണറായി വിജയൻ മിണ്ടണം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയണോ താൻ? അതിനു വേണ്ടിയിട്ടാണോ തന്നെ കൂലിക്ക് അവിടെ നിയമിച്ചത്? ഓർമ്മ വേണം കേട്ടോ വിജയ. എന്നിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരുമ്പോ കണ്ണുരുട്ടി പറയണം വീട്ടിൽ പോയി ചോദിക്കാൻ. നീയൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ? നീ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിയുടെ എപ്പോഴും നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നീ മര്യാദയ്ക്ക് പണിയെടുക്കാൻ ഞാൻ പണിയെടുക്കണോ വിജയ എന്ന് പറയും. പണിയെടുക്കണോ വിജയ എന്ന് ഇവിടുത്തെ ഓരോ മനുഷ്യനും പറയും. കാരണം നീ പണിയെടുക്കേണ്ടവനാടോ. ഈ നാട് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടവനാണ് നീയും നിന്റെ മന്ത്രിമാരും. അതിനു വേണ്ടിയിട്ടാണ് ചെലവ് കൊടുത്ത് നിങ്ങളവിടെ നിയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതല്ല ഏറ്റവും വലിയ രസം. അതിനെ പിന്താങ്ങാൻ, അതിനെ താങ്ങാൻ ഇവിടുത്തെ കുറെ ഫെമിനിസ്റ്റുകൾ, ഇവിടുത്തെ കുറെ നവോത്ഥാന എഴുത്തുകാർ. കുറച്ചു മുമ്പ് ശാരദക്കുട്ടിയുടെ ഒരു പോസ്റ്റ്, ശാരദക്കുട്ടി ഇതിനെ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണെന്ന് പറയാണ്. മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണത്രേ. ശാരദക്കുട്ടിയുടെ പോസ്റ്റ് ഞാൻ പറയാം. ശാരദക്കുട്ടിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: സമയഭേദം നോക്കിക്കൊണ്ട് സഭയിൽ ചൊല്ലുക എന്നത് പൊതുജന മര്യാദയാണ്. ശാരദക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി പൊതുജനങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ. അതായത് പിണറായി വിജയന്റെ ആസനം താങ്ങിക്കൊണ്ട്, പിണറായി വിജയന്റെ ചെരുപ്പ് നക്കിക്കൊണ്ട്, പിണറായി വിജയന്റെ കാല് നക്കിക്കൊണ്ട്, പിണറായി വിജയൻ ഛർദ്ദിച്ചത് നക്കിത്തതുകൊണ്ട് ശാരദക്കുട്ടി പൊതുജനങ്ങളെ മര്യാദ പഠിപ്പിക്കുകയാണ്. ശാരദക്കുട്ടി നവോത്ഥാന എഴുത്തുകാരിയാണത്രേ. ശാരദക്കുട്ടി പറയുന്നതാണ്, സമയഭേദം നോക്കിക്കൊണ്ട് സഭയിൽ ചൊല്ലുക എന്നത് പൊതുജന മര്യാദയാണത്രേ. എടോ ശാരദക്കുട്ടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചോ, പൊതുജനങ്ങളെ അല്ലടോ മര്യാദ പഠിപ്പിക്കേണ്ടത്. ശാരദക്കുട്ടി മര്യാദ പഠിപ്പിക്കേണ്ടത് ഈ പറയുന്ന കാരണഭൂതത്തെയാണ് മര്യാദ പഠിപ്പിക്കേണ്ടത്. പൊതുജനങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ശാരദക്കുട്ടി വരണ്ട. എടോ പൊതുജനത്തിന് സൗകര്യമല്ല ശാരദക്കുട്ടി പറയുന്നത് കേൾക്കാൻ. പൊതുജനം എന്ന് പറഞ്ഞാൽ പൊതുജനമാണോ ഇവിടുത്തെ രാജാവ്, പൊതുജനമാണ് ഇവിടുത്തെ അധികാരി. പൊതുജനം കൽപ്പിക്കും. പിണറായി വിജയൻ അല്ല വേറൊരു മുഖ്യമന്ത്രിയാണെങ്കിലും അതനുസരിക്കണം. അതാണ് പൊതുജനം. എന്നിട്ട് ശാരദക്കുട്ടി പറയാ പൊതുജനത്തിന് മര്യാദ വേണമെന്ന്. സമയഭേദം നോക്കിക്കൊണ്ട് സഭയിൽ ചൊല്ലുക എന്നത് പൊതുജന മര്യാദയാണ്. ചോദ്യങ്ങൾക്കുള്ള അവസരത്തിലാണ് ചോദ്യങ്ങൾ ആദരിക്കപ്പെടുക. അല്ലെങ്കിൽ ഉശിരുള്ളവർ ഒരു ഞൊട്ട് തരുന്നു. ഉശിരുള്ളവൻ ആര്? പിണറായിയാണോ ഉശിരുള്ളവൻ ഞൊട്ട് തരുന്നത്? ഈ മനുഷ്യനെ ഇത്രമാത്രം ചെറ്റത്തരം, തെണ്ടിത്തരം, പരനാളിത്തരം ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശാരദക്കുട്ടിയെ പോലുള്ള മൂട് താങ്ങികളാണ് അല്ലെ? ശാരദക്കുട്ടിയെ പോലുള്ള അടിമകളാണ്, ശാരദക്കുട്ടിയെ പോലുള്ള ചെരുപ്പ് നക്കികളാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ദുർഭൂതത്തെ ഇവിടെ വളർത്തുന്നത് കേട്ടോ. സമയഭേദം നോക്കിക്കൊണ്ട് സഭയിൽ ചൊല്ലുക എന്നത് പൊതുജന മര്യാദയാണ്. ചോദ്യങ്ങൾക്കുള്ള അവസരത്തിലാണ് ചോദ്യങ്ങൾ ആദരിക്കപ്പെടുക. അല്ലെങ്കിൽ ഉശിരുള്ളവർ ഒരു ഞൊട്ട് തരുന്നു. അനവസരത്തിലുള്ള എന്തും അനൗചിത്യമാണ്. എന്താണോ അനവസരം എന്താണ്? മുഖ്യമന്ത്രി സംസാരിക്കുന്നു, ശരി. മുഖ്യമന്ത്രി ആര്? ഇവരുടെയൊക്കെ വിചാരം ഇതാണ് പ്രശ്നം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ മുഖ്യമന്ത്രി ചക്രവർത്തിയാണ്, രാജാവാണ്. ഇവരുടെ പണ്ടത്തെ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ ആ കാലത്താണ് ഇവർ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജാവിനെതിരെ, ചക്രവർത്തിക്കെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ തല പോകും. അതാണ് പിണറായിക്കെതിരെ മിണ്ടാൻ പാടില്ല. പിണറായിക്കെതിരെ മിണ്ടിയാൽ 51 വെട്ടാണ്. പിണറായിക്കെതിരെ കൈ ചൂണ്ടിയാൽ പെണ്ണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇതാണ്. അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ശാരദക്കുട്ടിയെ പോലുള്ളവർ. അനവസരത്തിലാണ്. ഇതൊരു അനവസരമല്ല, ഒരു അനവസരമല്ല. മുഖ്യമന്ത്രി 24 മണിക്കൂറും ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണോ? അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പണി ഇട്ടെറിഞ്ഞിട്ട് പോണെന്നേ. ആര് കൊണ്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന് പിണറായി തമ്പുരാൻ നാട് ഭരിച്ചില്ലെങ്കിൽ നാട് കൊണ്ട് കുട്ടിച്ചോറായി പോകുമോ? വന്ന് തൊഴുത് ഞാൻ ചെയ്തു തരാം അല്ലെ, ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ? ഇളിച്ചു കാട്ടി വന്നതല്ലേ? തൊഴുകയ്യോടെ വന്നതല്ലേ? എന്നിട്ട് പറയാനുള്ള ഔദാര്യം അവിടെയാണ് വേണ്ടത്, ഇവിടെയല്ല കേട്ടോ. ശാരദക്കുട്ടി മനസ്സിലാക്കണം. ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനൗചിത്യമാണത്രേ. ഇതെവിടുത്തെ മര്യാദയാണ്? എവിടുത്തെ ഒരു എവിടുത്തെ വാദമാണിത്? ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. ഇടയിലും കയറും, നടുവിലും കയറും, ആദ്യം കയറും, അവസാനം കയറും. കയറാനുള്ള അവകാശം ഇവിടുത്തെ പൊതുജനത്തിനുണ്ട്. ശാരദക്കുട്ടി മനസ്സിലാക്കണം കേട്ടോ. ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനൗചിത്യമാണ്. മുഖ്യമന്ത്രി വളരെ ഗൗരവത്തിൽ സംസാരിക്കുമ്പോഴാണ് സദസ്സിൽ നിന്ന് ചോദ്യം. ഇയാള് ഗൗരവം, എന്ത് ഗൗരവം? മുഖ്യമന്ത്രിക്ക് എന്ത് ഗൗരവം? ഇയാളുടെ ഗൗരവം അവിടെ തായ്ക്കണ്ടി തറവാട് കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇയാളുടെ ഗൗരവം ഇയാള് വീട്ടിലെ ഭാര്യക്ക് മുമ്പിൽ ഗൗരവം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ മോക്ക് മുമ്പിൽ ഗൗരവം കാണിച്ചാൽ മതി, മോന് മുമ്പിൽ ഗൗരവം കാണിച്ചാൽ മതി. ആ ഗൗരവം ഇവിടെ കാണിക്കണം കേട്ടോ. ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. കാണിച്ചത് നമ്മളെ മൈൻഡ് ചെയ്യണമേ. ഇയാളുടെ ഗൗരവം കാണിക്കാനാണ് നമ്മളിരിക്കുന്നത്.
പോടോ വിജയ എന്ന് പറയും. പോടോ കടക്ക് പുറത്ത് വിജയ എന്ന് പറയാം. അതാണ് ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. കടക്ക് പുറത്ത് എന്ന് പറയാൻ, മാറി നിൽക്കെന്ന് പറയാൻ. ഗൗരവം എന്ത് ഗൗരവം ഇയാൾക്ക്? ഇന്നത്തെ ഗൗരവത്തിനാണ് നിങ്ങളെ ഈ മുഖ്യമന്ത്രിയോടെ നിയമിച്ചത്? ഈ ഗൗരവം കാണിക്കാനാണോ? കേട്ടോ, നാട് നല്ല രീതിയിൽ ക്രമപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് 10 വർഷം കൊണ്ട് കൊളാക്കിയിട്ടിരിക്കുകയാണ് അല്ലേ? 10 വർഷം കൊണ്ട് കൊളാക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഗൗരവം? മണ്ണാങ്കട്ട. തിരഞ്ഞെടുപ്പ് വരുന്നു എന്നതുകൊണ്ട് എന്ത് അസംബന്ധവും സഹിച്ച് വിഡ്ഢിയെ പോലെ ചിരിച്ചു നിൽക്കാൻ പിണറായി വിജയന് കഴിയില്ല. ഓഹോ, ഇത് ശാരദക്കുട്ടിയെ ആരെ കുത്തിയതാണെന്ന് പറയും? ഉമ്മൻചാണ്ടിയെ. അതായത് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റില് ഉമ്മൻചാണ്ടി ഇതേപോലെ 10 വർഷം മുമ്പ് ഇതേപോലെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 2016 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് സംസാരിക്കുകയാണ്. ഇതേപോലെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ 10% വീതം ഓരോ വർഷവും പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അന്നത്തെ UDFന്റെ ഒരു നയം. എന്താ പറയാ, ഈ പതുക്കെ ലഹരി പാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ 10% പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉമ്മൻചാണ്ടി പ്രസംഗത്തിൽ പറഞ്ഞത്. ഞങ്ങൾ ഇതാ 10% വീണ്ടും പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏതാണ്ട് 2 പ്രാവശ്യമായിട്ട് അങ്ങനെ 20% പൂട്ടി. അപ്പോഴാണ് ഈ പറയുന്ന ഓഡിയൻസിൽ നിന്ന് ഒരു കുടിയൻ എഴുന്നേറ്റ് പറയാണ്, അയ്യോ ഇവിടുത്തെ ഔട്ട്ലെറ്റ് പൂട്ടരുതേ എന്ന് ആ ഓഡിയൻസിന്റെ ഇടയിൽ ഒരാൾ വിളിച്ചു പറയാം. അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര ഹാരമായി. ഉമ്മൻചാണ്ടി ചിരിക്കുന്നു. തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഈ സദസ്സിലുള്ള ആളുടെ ആ കമന്റ് പെട്ടെന്ന് പറയാണ്, അയ്യോ ഇവിടുത്തെ ബീവറേജസ് ഒന്നും പൂട്ടല്ലേ എന്ന്. സ്വാഭാവികമായും ഇയാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പോയി മുഖ്യമന്ത്രിയോട്, അയ്യോ മുഖ്യമന്ത്രി ഇവിടുത്തെ ഔട്ട്ലെറ്റ് പൂട്ടല്ലേ എന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് ഉമ്മൻചാണ്ടി പറയുന്നത്, ബൈക്കിലൂടെ പറയാണ്, നിങ്ങളെയൊക്കെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഒറ്റയടിക്ക് പൂട്ടാത്തത്. പതുക്കെ പൂട്ടുള്ളൂ, ഒറ്റയടിക്ക് പൂട്ടുന്നില്ല എന്ന് വളരെ സരസമായി ആണ്ട് പറയുകയാണ്. ഇയാളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അതേ സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ് അവസാനിപ്പിച്ചു, ഏതായാലും നമ്മൾ ഈ ഒരു എന്താ പറയാ നയം തുടരുക തന്നെയാണ്. അതല്ലാതെ ബീഹാറിൽ സംഭവിച്ച പോലെ ഒറ്റയടിക്ക് പൂട്ടില്ല, ഇങ്ങനെ ഘട്ടമായി പൂട്ടുകയാണ് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇതാണ് മനുഷ്യത്വം. സംസാരിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോൾ മറുപടി പറയണം. ആ മറുപടി നായനാർ എങ്ങനെയായിരുന്നില്ലേ? നായനാരോട് എന്തൊക്കെ ചോദിക്കാറുണ്ട്. നായനാർ വളരെ സരസമായി അതിന് മറുപടി പറയാറില്ലേ? പിണറായി വിജയൻ മാത്രം അങ്ങോട്ടേക്കാർക്കും ഒന്നും ചോദിക്കാൻ പാടില്ല. ഒന്ന് സെൽഫി എടുത്തോട്ടെ എന്ന് ഒരു സഖാത്തി പെൺകുട്ടി ചോദിച്ചപ്പോ മാറി നിൽക്കെന്ന് പറഞ്ഞ അധമനല്ലടോ. ഇത് കയ്യടിക്കാൻ ശാരദക്കുട്ടിയെ പോലുള്ള കുറെ എണ്ണം. മാത്രമല്ല, ഇയാൾ കഴിഞ്ഞ ദിവസം സുധാകരൻ സഖാവിനെ ചെറ്റാൻ വിളിച്ചു. സുധാകരൻ സഖാവ് ചെയ്തത് ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞ അധമനാണ് വിജയൻ. അധമനല്ല, പരനാറിയാണ് വിജയൻ. പരനാറി എന്ന് മാത്രമല്ല, നികൃഷ്ട ജീവിയാണ് വിജയൻ, കുലൻകുത്തിയാണ് വിജയൻ. ഇതൊക്കെ വിജയൻ പറഞ്ഞതാണ് മറ്റാൾക്കാരെ കുറിച്ച്. അതൊക്കെ യഥാർത്ഥത്തിൽ അതിനൊക്കെ അർഹത, അത് കേൾക്കാൻ അർഹത പിണറായി വിജയന് മാത്രമാണ്. എന്നിട്ട് അത് എ വിജയരാഘവൻ എന്ന് പറയുന്ന മറ്റേ എന്താ പറയാ, തലയിലെ വീടും കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രി ഉണ്ടല്ലോ, തലയിൽ വീടും കൊണ്ട് നടക്കുന്ന ഒരു ഒന്നിനെ പറ്റിയും ഒരു ബോധവും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസം പോട്ടെ, ഒന്നിനെ കുറിച്ച് ബോധവുമില്ലാത്ത ആർ ബിന്ദു എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഭർത്താവ് ആണ് എ വിജയരാഘവൻ. വിജയരാഘവനല്ല, പരാജയരാഘവൻ. നിന്നടത്തൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ. ആ പരാജയരാഘവൻ പറയായിരുന്നല്ലോ, ചെറ്റത്തരം എന്ന് പറയുന്നത് അതൊരു നല്ല പദമാണ്, അതൊരു ആദരിക്കപ്പെടേണ്ട പദമാണത്രേ ചെറ്റ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര മോശമൊന്നുമില്ല. ചെറ്റ എന്ന് പറയുന്നത് അത് വളരെ 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 മഹത്വമുള്ള പദമാണത്രേ ചെറ്റ. ബാലൻ സഖാവ് പറയാ ചെറ്റ എന്ന് പറയുന്നത് വളരെ ഔചിത്യപൂർവ്വം ഉപയോഗിച്ചതാണ്. അപ്പോൾ ബാലൻ ചെറ്റ, ഇനി മുതൽ ബാലൻ സഖാവിനെ ചെറ്റ ബാലൻ എന്ന് വിളിക്കണം. എ വിജയരാഘവൻ ചെറ്റ വിജയരാഘവൻ എന്ന് നമുക്ക് വിളിക്കാം. നല്ലതാണത്രേ. അപ്പൊ എല്ലാവരും ചെറ്റകളാണ്. ചെറ്റ വിജയരാഘവൻ, ചെറ്റ ബാലൻ, ചെറ്റ വിജയൻ, ചെറ്റ റിയാസ്, എല്ലാം അങ്ങനെ പറയാം. എല്ലാവരെയും നമുക്ക് ചെറ്റ എന്ന് പറയാമത്രേ. അതാണ് ഇവരുടെ പുതിയ കണ്ടുപിടുത്തം. അപ്പോ ഇവർക്ക് ആരെ കുറിച്ച് എന്ന് പറയാം. അതിനൊക്കെ ന്യായീകരണം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. പിണറായി വിജയൻ ഇത്ര താന്തോന്നിയാവാൻ കാരണം, ഇത്രമാത്രം
ഗുണ്ടാ വിളയാട്ടം ഇയാൾ നടത്താൻ കാരണം ശാരദക്കുട്ടിയെ പോലുള്ള എ വിജയരാഘവനെ പോലുള്ള അശോകൻ തെരുവിനെ പോലുള്ള എ കെ ബാലനെ പോലുള്ള ഇമ്മാതിരി കുറെ അന്തംഗമികൾ ഇയാൾ ഛർദ്ദിക്കുന്നത് മുഴുവൻ നക്കി തിന്നാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുന്ന ഈ അധമ കൂട്ടങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഇത്രമാത്രം നാറിയായി പോയത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിക്കുക? നിങ്ങൾ പറ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി കേട്ടോ. കോന്നിയിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു പൊതുയോഗമാണ്. പിണറായി തമ്പുരാൻ പ്രസംഗിക്കുകയാണ്. പിണറായി തമ്പുരാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ നിന്ന് ഒരു സഖാവ് ചോദിച്ചത്, അല്ല CMA, ഒരു ചോദ്യം. പിണറായി സംസാരിക്കുകയാണ്. പിണറായിയുടെ സംസാരം എന്നറിയാലോ, ഓരോ വാക്കിന് ഇടയിലും ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ നിർത്തി. അങ്ങനെയാണ് പിണറായി തമ്പുരാന്റെ സംസാരം. CMA ഒരു ചോദ്യം. പിണറായി വിജയൻ അതാ ക്രൂദ്ധനായി നോക്കുന്നു. കണ്ണിൽ നിന്ന് തീജ്വാലകൾ പാറുന്നു എന്ന് പറയാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അത് വീട്ടിൽ പോയി ചോദിക്കണോ? ആരാ പറയുന്നത്? പിണറായി തമ്പുരാൻ പറയാണ് അത് വീട്ടിൽ പോയി ചോദിക്കണോ എന്ന്. എടോ പിണറായി, തന്നോട് ചോദിക്കണോ? ഓരോ ആളും എന്നോട് ചോദിക്കും, താൻ എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെയൊക്കെ പണിക്കാരനാടോ, ഞങ്ങളുടെയൊക്കെ കൂലിപ്പണിക്കാരനാടോടോ താൻ? അതിനേക്കാളും വലുതൊന്നുമല്ല. ഇതെന്തോ താവഴിയായി കിട്ടിയ പദവിയൊന്നും അല്ല കേട്ടോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ 5 വർഷത്തേക്ക് ഈ നാടിനെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ചതാണ് തന്നെ. ഇതൊരു പണിയാണ്. അതിനുള്ള കൂലിയും ശമ്പളം തരുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നീ പറയണം, എപ്പോഴും പറയണം. വീട്ടിൽ പോയി ചോദിക്കണ്ട, നിന്റെ വീട്ടിൽ പോയി ചോദിക്കണോ? വീട്ടിൽ പോയി ചോദിക്കണത്രേ. ഇത് പിണറായി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങൾക്ക് ഓർമ്മയിടാകണം, 2-3 മാസം മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ ഒരു പത്രലേഖകൻ ചോദിച്ചപ്പോ, പിണറായിക്ക് ഇഷ്ടമില്ലാത്തൊരു ചോദ്യം ചോദിച്ചപ്പോൾ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞു, മിണ്ടാതിരിക്കണം. അയാൾ മിണ്ടാതിരിക്കാൻ പറ. അയാൾ മിണ്ടിയാൽ ഞാൻ മിണ്ടില്ല.